കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം it is actually based upon the interaction between the gas molecule. Interaction between the gas molecule. അപ്പം അങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിക്കുക, ഈ ഐഡിയൽ ഗ്യാസിനെ നമ്മൾ എങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യണം? അപ്പം ഈ ഐഡിയൽ ഗ്യാസിൻ്റെ ഒരു മോളിക്യൂളിനെ അല്ലെങ്കിൽ ഒരു ഗ്യാസ് മോളിക്യൂൾ ഈസ് gas molecule is considered as a point object. Consider as a point object. ഒരു സെക്കൻഡ് കേട്ടോ കാർത്തി. ഈ ഗ്യാസ് മോളിക്യൂളിന്റെ ഇൻട്രാക്ഷൻ പറയണം. അതായത് വൺ ഗ്യാസ് മോളിക്യൂള് ഇപ്പൊ H2O ആണെങ്കിൽ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചെന്ന് വേറെ H2 ആയിട്ട് കൊളൈഡ് ചെയ്യുമ്പം ഇത് പറയാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഒരു ഗ്യാസ് മോളിക്യൂളിനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കും. ഒരു പോയിന്റ് ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് വേറൊരു പോയിന്റ് ഒബ്ജക്റ്റിനെ കൊളൈഡ് ചെയ്യുന്നതായിട്ട് എടുക്കും. സോ the gas molecule is considered as a point object or point masses. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഇനി for an ideal gas ideal gas equation നമുക്കറിയാലോ, PV equal to N, very good, mu RT or nRT. So PV by T equal to a constant. അപ്പോൾ കൈനറ്റിക് തിയറി പറയണ ഈ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. ഒന്ന് ഗ്യാസ് മോളിക്യൂളിന്റെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിരിക്കണം, പിന്നെ PV by T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. Then we can write it as PV is equal to mu RT. Then that is equal to mu into Na into Kb into T. Na എന്നാന്നറിയാവോ? Na or R is equal to Na into Kb. Na എന്നാ കാർത്തി? Na number of molecules is not the number of atom present in 1 mole. That means Avogadro number. കേട്ടിട്ടില്ലേ കെമിസ്ട്രിയിൽ? എത്രയാ വാല്യൂ? 6.02 into 10 raised to 6.022 into 10 raised to 23 mole raised to -1. Where Kb എന്നാണ് ലക്ഷ്മി? Kb B യെ തുടങ്ങുന്ന പേരാ. B എന്നാ? Kb is Boltzmann's constant. കേട്ടിട്ടുണ്ടല്ലോ? Boltzmann constant. വാല്യൂ അറിയാവോ? 1.38 into 10 raised to -23 ജൂൾ കെൽവിൻ റൈസ് ടു മൈനസ്. അപ്പോൾ ഇതാണ് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ആ ഗ്യാസിനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഗ്യാസ് മോളിക്യൂളിനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ PV is equal to mu RT, where R is equal to Na into Kb, where Na is the Avogadro number and Kb is the Boltzmann's constant. Avogadro number equal to 6.022 into 10 raised to 23 mole raised to -1, and Boltzmann's constant is equal to 1.38 into 10 raised to -23 joule Kelvin raised to -1. ഇനി ഇപ്പം നമുക്ക് ഈ PV equal to mu RT എന്ന് പറഞ്ഞാൽ PV equal to nRT എന്ന് എഴുതിയിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് N-നെ ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾ എന്ന് പറയാം.
n ഡെൻസിറ്റി ഓഫ് മോളിക്യൂൾ ആണ്. എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ട് ഡിവൈഡ് ബൈ വോളിയം ആയിരിക്കൂലേ? ശരിയല്ലേ? സോ ദിസ് ഈസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ in terms of density of molecule. In terms of density of molecule. അപ്പം ബേസിക്കലി ഇത് തുടങ്ങണമെങ്കിൽ നമുക്ക് ഇത്രയും കാര്യം അറിയണം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഇതെല്ലാം പോയിന്റ് ഒബ്ജക്റ്റുകളാണ്. ഇനി അപ്പം അതിനുശേഷം നമ്മൾ പറഞ്ഞ് ഇനി മൂന്നാമായിട്ട് പറയുന്ന പോയിന്റ്, the molecules actually there is no force of attraction or repulsion between. ഇപ്പം മോളിക്യൂൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ, ഗ്യാസ് മോളിക്യൂൾ ഇരിക്കുവാണെങ്കിൽ അവ തമ്മിൽ ഒരു അട്രാക്ഷനും ഇല്ല, റിപ്പൾഷനും ഇല്ല. അങ്ങനെയുള്ള ഒന്നും എക്സിസ്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് there is no attractive or repulsive force between the molecules. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നതാണ്, all the molecules are in റാൻഡം മോഷൻ. ഗ്യാസ് അത് ഇഷ്ടമുള്ളിടത്തോട്ട് ഓടി നടക്കും. റാൻഡം മോഷൻ നടക്കുമ്പോൾ എന്നാ പറ്റും? ദെൻ ഒരു മോളിക്യൂൾ എന്നാ ചെയ്യും? മറ്റൊരു മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ദ മോളിക്യൂൾസ് ആർ collides each other and also collides with the wall of the container. ഇത് തന്നെ എടുത്താൽ മതി. നമ്മളൊരു വാളുണ്ട്, ഒരു കണ്ടെയ്നറിനകത്ത് ഗ്യാസിനെ അടച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ അത് അതിനകത്ത് കിടന്ന് എന്നാ പറ്റും? റാൻഡംലി അത് മൂവ് ചെയ്യും. റാൻഡംലി മൂവ് ചെയ്യുമ്പോൾ അതിന് എന്നാ പറ്റും? അത് തമ്മിൽ കൊളൈഡ് ചെയ്യും, അതുപോലെ വാളുമായിട്ടും കൊളൈഡ് ചെയ്യാനുള്ള സാധ്യത. ഇത്രയും പോസ്റ്റുലേറ്റ് അറിയാമെങ്കിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പറഞ്ഞു തുടങ്ങാൻ പറ്റും. ആദ്യം എന്നാ പറയണം? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂള് പോയിന്റ് ഒബ്ജക്റ്റുകളാണ്. അത് PV/T എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അവയെ തമ്മിൽ there is no attractive force or repulsive force and all molecules are in random motion. The molecules which are collides each other and also collide with the wall of the container. These are the important postulates. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷ. The major postulates of kinetic theory of gases. ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ? എല്ലാ പോയിന്റുകളും ലക്ഷ്മി, എല്ലാ പോയിന്റും മനസ്സിലായില്ലേ? ഓക്കെ, എഴുതിയെടുത്തേ. സോ നെക്സ്റ്റ് ഹെഡിങ്, അതായത് നമ്മളുടെ ഇപ്പം ഞാൻ പറഞ്ഞ പ്രഷറിൻ്റെ എക്സ്പ്രഷൻ, ഡെറിവേഷൻ ഓഫ് പ്രഷർ എന്ന് എഴുതാം, വേറെ ഹെഡിങ് ഒന്നും വേണ്ട. ഞാൻ ആദ്യ പോയിന്റ് പറയാണ്, കൺസിഡർ ആൻ ഐഡിയൽ ഗ്യാസ്. എഴുതണ്ട കേട്ടോ, ശ്രദ്ധിച്ചു. കൺസിഡർ ആൻ ഐഡിയൽ ഗ്യാസ്. ഏത് സ്റ്റെപ്പ് അറിയില്ലെങ്കിലും അപ്പം ചോദിക്കണം. എൻക്ലോസ്ഡ് ഇൻ എ ക്യൂബിക്കൽ ബോക്സ്. എൻക്ലോസ്ഡ് ഇൻ എ ക്യൂബിക്കൽ ബോക്സ്, ഒരു ക്യൂബ് ബോക്സ്. ഒരു സൈഡ് എല്ലാം ഇരിക്കട്ടെ, എല്ല് നീളവും എല്ല് വീതിയും എല്ല് ഉയരവും, എല്ല് എല്ല് എല്ല്. ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂൾ കിടക്കുക.
with a gas molecule has mass m. ഒരെണ്ണത്തിന്റെ മാസ് എം ആണ്. ഇപ്പം ഈ വാളിനെ W1 എടുത്തത് ഈ ഭിത്തിനെ W2 എടുത്തു. Okay. Now consider the collision of this gas molecule. M mass ulla collision of the gas molecule at wall W1. അങ്ങനെയെങ്കിൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്നാ? സ്മോൾ p is equal to m into v എന്നല്ലേ? അല്ലേ? അത് അങ്ങോട്ട് പോയി ഇടിക്കുമ്പോൾ m into vx എന്നാന്നിരിക്കട്ടെ, വാളയിലോട്ട് പോയി ഹിറ്റ് ചെയ്തപ്പോൾ, അങ്ങനെയെങ്കിൽ തിരിച്ചു വരുമ്പോൾ മൊമെന്റ് എങ്ങനെയായിരിക്കും? മൈനസ് എം ഇൻറ്റു വി എക്സ് അല്ലേ? തെറ്റിപ്പോകും. ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. നെഗറ്റീവ് സൈന് അങ്ങ് പോയി കൊളൈഡ് ചെയ്ത് പോസിറ്റീവ്, തിരിച്ചു വന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് മൊമെന്റം ഈസ് നെഗറ്റീവ്. സോ ചേഞ്ച് ഇൻ മൊമെന്റം ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം വി എക്സ് മൈനസ് എം വി എക്സ്. പ്ലസും മൈനസ് വരും, മൈനസ് 2m vx. ഇതാദ്യം മനസ്സിലായോ? എക്സ് കമ്പോണന്റ് മാത്രം എടുത്താൽ എം മാസ് ഉള്ള ഒരു ഗ്യാസ് വി വെലോസിറ്റിയിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ഒരു വാളയിൽ ഹിറ്റ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെന്റം ആണ് മൈനസ് 2m vx. അങ്ങനെയെങ്കിൽ the momentum mvx അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, പക്ഷെ ശരിക്കും ആ ഭിത്തിക്ക് കിട്ടുന്ന മൊമെന്റം എന്ന് പറഞ്ഞാൽ സൈൻ എടുക്കണ്ട. the momentum imported to the wall, that is equal to delta p is equal to 2m vx. ശരിയല്ലേ? മൈനസ് എം വി എക്സ് അങ്ങ് എന്നാലും ഇങ്ങ് പോയാലും ടോട്ടൽ മൊമെന്റം 2m vx നമ്മളുടെ വാളിന് കിട്ടും. Consider the time difference between two successive collisions. അതായത് ഒന്നെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് ഇവിടെ പോയി ഇടിച്ച് തിരിച്ചു വരുന്നു. അപ്പോൾ അത് എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടുന്ന് ഇവിടം വരെ ഒന്ന് പോയ എല്ല് തിരിച്ചു വരുമ്പം ഒന്നുകൂടെ സഞ്ചരിക്കും. അപ്പം മൊത്തം എത്ര ദൂരമാവും? 2 സക്സസീവ് കൊളീഷൻ ആണെങ്കിൽ ആ സഞ്ചരിക്കുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2. അങ്ങനെയെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? 2s/t എന്ന് എഴുതാം. അല്ല സോറി 2l/t എന്ന് എഴുതാം. അതിനടുത്ത ടൈം ഡിഫറൻസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് 2l ഡിവൈഡഡ് ബൈ vx എഴുതാം. ശരിയല്ലേ? ഇത് ഇങ്ങോട്ട് പോരും, ഒന്നുമില്ല. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് വെച്ചല്ലേ എഴുതിയേ? അതിനാണ് ടൈം കണ്ടുപിടിച്ചു. അങ്ങനെ ഇവിടെ എന്നാ കണ്ടുപിടിച്ചത്? ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ. നൗ ദ ഫോഴ്സ്, എത്ര മാത്രം ഫോഴ്സിൽ വ്യത്യാസമുണ്ടായി? A change in force is equal to change in momentum divided by change in time. അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് എന്നല്ലേ? ന്യൂട്ടൺ സെക്കൻഡ് ലോ. അതെടുത്താൽ മതി. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയല്ലേ? നോക്കിയ കാർത്തി,
മൊമെന്റം ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആയി. ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഈ ഡെൽറ്റ പി ഇവിടെ ചെയ്തു വെച്ചിട്ടില്ലേ 1, ഇത് രണ്ടുമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ ദാറ്റ്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇടണ്ട അല്ലേ, അത് മൊത്തം നമ്മൾ അതിന് ശേഷം ഇത് കൊടുത്താൽ മതി 1 വാളെ കിട്ടുന്നത് പ്ലസ് 2mvx ഡിവൈഡഡ് ബൈ 2l ഡിവൈഡ് ബൈ vx. അപ്പം എങ്ങനെ വരും? 2 ഉം 2 ഉം പിടിക്കളെ. m vx സ്ക്വയർ ഡിവൈഡഡ് ബൈ l. ശരിയല്ലേ? ഇനി പറയാണ് if there are n molecules ഉണ്ട് എത്രയാവും? nm vx സ്ക്വയർ ബൈ l. ശരിയല്ലേ? Now consider pressure. Pressure is equal to F divided by A. F കണ്ടുപിടിച്ചല്ലോ. nm vx സ്ക്വയർ ഡിവൈഡ് ബൈ l ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ l സ്ക്വയർ. l സ്ക്വയർ വാല്യൂ ആകുമ്പോൾ l ക്യൂബ് ആവും അല്ലേ? l ക്യൂബ് എന്ന് പറഞ്ഞാൽ v എന്ന് എഴുതാലോ. nm vx സ്ക്വയർ ഡിവൈഡ് ബൈ v. ഇനി n ബൈ v എന്ന് പറഞ്ഞാൽ എന്നാ? മുമ്പേ എഴുതിയായിരുന്നു ഞാൻ എവിടെയാ, സ്മോൾ n എന്ന് പറഞ്ഞുകൊണ്ട്. ഓർക്കുന്നുണ്ടായിരുന്നോ? അതായത് നമ്പർ ഡെൻസിറ്റി സ്മോൾ n ഇൻറ്റു m ഇൻറ്റു vx സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ പ്രഷർ. അതുകൊണ്ട് ശരിക്കും തീരും. ഇനി ഇത് എക്സ് ഡയറക്ഷനിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങോട്ടൊക്കെ ഉണ്ട്? എക്സ് ഡയറക്ഷൻ ഉണ്ട്, വൈ ഡയറക്ഷൻ ഉണ്ട്, ഇസഡ് ഡയറക്ഷൻ ഉണ്ട്. അപ്പം വി എക്സ് ബാർ ആവറേജിന്റെ സ്ക്വയർ ചെയ്താൽ അത് 1/3 ഓഫ് ടോട്ടൽ വിയുടെ വാല്യൂ ആയിരിക്കുകയല്ലേ. ഒരു ഭാഗം എക്സിലും ഒരു ഭാഗം വൈയിലും ഒരു ഭാഗം. അപ്പൊ എങ്ങനെ എഴുതാം? nm 1/3 വി ബാർ സ്ക്വയർ. എക്സ് ബൈ യൂസഡ് മാറ്റി. സോ 1/3 nm v bar സ്ക്വയർ. ഇതല്ലേ നിങ്ങളുടെ ഇക്വേഷൻ? നോക്കി, ഇതല്ലേ എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചെയ്തു വന്നപ്പം. സോ ദിസ് ഈസ് എ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിനൊരു വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്നാ പറ്റും? n പാർട്ടിക്കിളിനെ m കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ മാസ് ആയി അല്ലേ. ഒരു വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ P is equal to 1/3 ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ വോളിയം ഇൻറ്റു വി ബാർ സ്ക്വയർ. മാസ് ബൈ വോളിയം തന്നെയാണ് ഡെൻസിറ്റി. സോ 1/3 റോ വി ബാർ സ്ക്വയർ പ്രഷർ. ഈ രണ്ട് ഇക്വേഷൻ. This is the first equation, that is terms of nm and v bar. This is in terms of rho and v bar. E is equal to 1/3 rho v bar square. ചോദിക്കാവുന്ന ഒരു ഡെറിവേഷൻ ആണ്. ദാറ്റ് മീൻസ് എന്നാണ് നമ്മൾ തെളിയിച്ചത്? പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് വിത്ത് n നമ്പറുള്ള m മാസുള്ള ഗ്യാസ് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ എങ്ങനെയാണെന്നല്ലേ. ആദ്യം ഒരു എല്ലുള്ള ഇതെടുക്കുക. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. അങ്ങോട്ട് പോയിരിക്കുന്നു, ഇങ്ങോട്ട് പോയിരിക്കുന്നു. തൊട്ട മൊമെൻറ്റും കൂട്ടിയാൽ 2 പ്രാവശ്യം 2m ഇൻറ്റു വി അല്ല 2m vx. ഒറ്റയടിക്ക് അവിടം വരെ എത്തി, ഇവിടം വരെ എത്തും. ഇനി എന്നാ ചെയ്യണം? 2 പ്രാവശ്യം കൊളീഷൻ നടന്നെന്ന് പറയാം. 2 സക്സസീവ് കൊളീഷൻ എടുക്കണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ടൈമോടെ എടുത്ത് ഒന്നും ചെയ്യാനും പറ്റും. 2 സക്സസീവ് കൊളീഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പറയാം 2l ആ ലെങ്ത്. L 2l ആണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം എന്ന് പറയുന്നത് 2l ബൈ x. ദെൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ എടുത്തു കഴിയുമ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഫോഴ്സ്. ഡെൽറ്റ പിയും ഡെൽറ്റ ടിയും ഉണ്ട്. അത് രണ്ടും കൂടെയും കൊണ്ട്
വെട്ടിക്കളഞ്ഞ് കഴിയുമ്പം നമുക്ക് ഫോഴ്സ് കിട്ടും. ഫോഴ്സ് കിട്ടിയാൽ ഏരിയ കൊണ്ട് എൽ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ പ്രഷർ കിട്ടും. ആ പ്രഷർ തന്നെ ഫൈനൽ ഇക്വേഷൻ. പിന്നെ വി എക്സിന് പകരം എന്നാ ചെയ്യാൻ പറ്റും? 1/3 വി ബാർ ഹോൾ സ്ക്വയർ. ആ വി ബാർ എന്ന് പറഞ്ഞാൽ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി സെഡ് സ്ക്വയർ. അപ്പോൾ 1/3 എടുത്താൽ മതി, മൂന്നും ഒരു വാല്യൂ ആണ്. അപ്പോൾ 1/3 വി ബാർ വി എക്സ് സ്ക്വയർ എന്ന് പറയും. അപ്പോൾ 1/3 വി ബാർ സ്ക്വയർ, 1/3 NM വി ബാർ സ്ക്വയർ. ഇനി എന്നും എമ്മും കൊണ്ടിച്ചാൽ ടോട്ടൽ മാസ് ആണ്, അതിനെ വോളിയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റും 1/3 റോ വി ബാർ സ്ക്വയർ. നമുക്കപ്പം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇതിനകത്ത് പ്രൂവ് ചെയ്യാം. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ വാല്യൂ 3/2 kBT എന്ന് പ്രൂവ് ചെയ്യാം. കേൾക്കാമല്ലോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ അവസാനം വന്ന് നിൽക്കുന്ന പിയുടെ ഇക്വേഷൻ എന്നായിരുന്നു? P is equal to 1/3 NM V bar square അല്ലേ? ശരിയല്ലേ? രണ്ട് വശത്തിനെ ഒരു V കൊണ്ട് ഗുണിക്കുക. ദാറ്റ് മീൻസ് മൾട്ടിപ്ലൈഡ് വിത്ത് വി ബാറിനെ മാറ്റിക്കല്ല കേട്ടോ, വെറും വി. വി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ആവറേജ് വെലോസിറ്റിയാണ്. വി കൊണ്ട് ഗുണിക്കുമ്പോൾ പി വി ഇസ് ഈക്വൽ ടു 1/3 NMV ഇൻറ്റു വി ബാർ സ്ക്വയർ. ശരിയല്ലേ? ഇനി നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്, N ബൈ വോളിയമാണ് സ്മോൾ n. ഓക്കെ, ഡെൻസിറ്റി, നമ്പർ ഡെൻസിറ്റി, സ്മോൾ n ഈസ് ദ നമ്പർ ഡെൻസിറ്റി. അപ്പൊ ആ നമ്പർ ഡെൻസിറ്റിക്ക് പകരം ഇങ്ങോട്ട് എന്നിന് പകരം NY എന്ന് കൊടുത്താൽ 1/3 N/V MV V ബാർ സ്ക്വയർ. ശരിയല്ലേ? രണ്ടും ക്യാൻസൽ ചെയ്യാലോ. 1/3 NM V ബാർ സ്ക്വയർ. ഓക്കെ, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എങ്ങനെയാവും? 2/3 N half MV square MV bar square, that is equal to PV. ഇത്രയും മനസ്സിലായി നോക്കിയേ. From this we can write it as PV is equal to 2/3 N into kinetic energy. ഇവിടം വരെ നമുക്കറിയാം അല്ലേ? കൈനറ്റിക് എനർജി വരെ എഴുതി വെച്ചു. അവിടെ നിൽക്കട്ടെ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ പി വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാൻ പോകും. നമുക്ക് എന്നാ അറിയാം? പി വി ഈക്വൽ ടു മ്യൂ ആർ ടി. ശരിയല്ലേ? ഇനി ഒരു മോളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മ്യൂ എത്രയാകും? 1 ആയി. അപ്പൊ പി വി എങ്ങനെയായി? ആർ ടി ആയി. ആർ എന്ന് പറഞ്ഞാൽ എന്നാ നമ്മൾ ആദ്യം പഠിച്ച NA ഇൻറ്റു കെ വി അല്ലേ? അപ്പൊ പി വി ഈക്വൽ ടു NA കെ വി ടി. അതിന് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ പി വിക്ക് വരാം എ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NA കെ ബി ടി ഈക്വൽ ടു 2/3 N ഇൻറ്റു കൈനറ്റിക് എനർജി. ഒറ്റ സ്റ്റെപ്പേ ഉണ്ടായിരുന്നു. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3 മുകളിലോട്ട് പോയി 2 താഴത്തോട്ട് വന്നു, N താഴത്തോട്ട് വന്നു. 3/2 NA/N kBT. ഓക്കെ, മ്യൂ 1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തില്ലേ മ്യൂ 1 ആണെങ്കിൽ? മ്യൂ 1 ആണെങ്കിൽ മ്യൂ എന്ന് പറഞ്ഞാൽ N/NA എന്നാണ്. അത് 1 ആണെങ്കിൽ NA/N 1 ആയിരിക്കുമല്ലോ, അല്ല തിരിച്ചിട്ടാലും. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയായി പോയി? 1 ആയി പോയി. അപ്പൊ എത്രയായി? 3/2 kBT is equal to kinetic. നമ്പർ 2 എന്നാണ്.
കിട്ടിയില്ല ഡെറിവേഷൻ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി ഓഫ് കൈനറ്റിക് എനർജി അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ടി. ഓർ നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ചിലപ്പം ചോദിക്കും, പ്രൂവ് ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് പ്രപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. അതിൻ്റെ അർത്ഥം തന്നെ ടെമ്പറേച്ചർ കൂടിയ ഗ്യാസിൻ്റെ സ്പീഡ് കൂടിയല്ലേ, ഗ്യാസ് മോളിക്കൂൾ സ്പീഡിൽ പോകും. ടെമ്പറേച്ചർ കുറഞ്ഞ ഗ്യാസ് മോളിക്കൂളിൻ്റെ സ്പീഡ് കുറയും.